ഭൂട്ടാൻ കാർ കടത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളുടെ ഭാഗമായി അടിമാലിയിലും ഇഡി പരിശോധന. തിരുവനന്തപുരം സ്വദേശിനിയുടെ ലാൻഡ് ക്രൂയിസർ കാർ കഴിഞ്ഞ ദിവസം അടിമാലിയിലെ വർക്ക്ഷോപ്പിൽ നിന്നും കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ വാഹനത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് ഇഡി പരിശോധന നടത്തിയതെന്നാണ് വിവരം. സംസ്ഥാനത്താകെ നടത്തിയ പരിശോധനകളുടെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിലും ഇഡി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയത്. ഇന്ത്യയിലേക്ക് ഭൂട്ടാൻ, നേപ്പാൾ റൂട്ടുകളിലൂടെ ലാൻഡ് ക്രൂയിസർ, ഡിഫൻഡർ തുടങ്ങിയ ആഡംബര കാറുകളുടെ നിയമവിരുദ്ധ ഇറക്കുമതിയിലും രജിസ്ട്രേഷനിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു സിൻഡിക്കേറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്താകെ വിവിധയിടങ്ങളിൽ റെയ്ഡ് എന്നാണ് ഇഡി പറയുന്നത്. കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള ശൃംഖല വ്യാജരേഖകളും അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, മറ്റ് സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ വ്യാജ RTO രജിസ്ട്രേഷനുകളും ഉപയോഗിച്ചതായി പ്രാഥമികമായി കണ്ടെത്തി. പിന്നീട് വാഹനങ്ങൾ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് കുറഞ്ഞ വിലയ്ക്ക് വിറ്റു. ഫെമയുടെ 3, 4, 8 വകുപ്പുകളുടെ ലംഘനം പ്രഥമദൃഷ്ട്യാ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇഡി നടപടി ആരംഭിച്ചിട്ടുള്ളത്. സംസ്ഥാനത്താകെയുള്ള ഇഡിയുടെ പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിലും പരിശോധന നടന്നത്. ഭൂട്ടാൻ കാർ കടത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം സ്വദേശിനിയുടെ ലാൻഡ് ക്രൂയിസർ കാർ കഴിഞ്ഞ ദിവസം അടിമാലിയിലെ വർക്ക്ഷോപ്പിൽ നിന്നും കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ വാഹനത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് ഇഡി പരിശോധന നടത്തിയതെന്നാണ് വിവരം. സിറ്റി വിഷൻ, അടിമാലി.